നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഷിയ എന്ന് പറഞ്ഞ റാഫിളികളാണ്. ഷിയാക്കളിലെ ഭൂരിപക്ഷം സമുദായം, ഷിയാക്കളിലെ മഹാഭൂരിപക്ഷം വരുന്ന വിഭാഗം റാഫിളികൾ. ഇസ്നാ അശരികളെന്നും പറയും, ചിലപ്പോൾ ഇമാമികളെന്നും പറയും. ഓലെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓലെ എന്ത് ചെയ്യാൻ പറ്റൂല, ആ വർഗത്തെക്കുറിച്ച് കാഫിർ എന്ന് പറയാൻ അഹ്ലുസുന്നക്ക് പറ്റില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു, അഹ്ലുസുന്നയുടെ ഇജ്മാ തക്ഫീറു ഷിയയിൽ ഉണ്ട്, ഷിയാക്കൾ കാഫിരീങ്ങളാണ് എന്ന വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഇജ്മാ ഉണ്ട് എന്ന് തെളിയിച്ചാൽ നിങ്ങളെ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന പണി നാളെ മുതൽ ഞാൻ എടുക്കും. പക്ഷെ നിങ്ങളെ വലിയ മൗലാനമാര് ഒരു വട്ടമല്ല 100 വട്ടം ജനിച്ചാൽ സാധിക്കൂല മക്കളെ കേട്ടോ. പിന്നെ ഓരോരുത്തർ അവിടുന്ന് ഇവിടുന്നൊക്കെ കാഫിറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അപശബ്ദങ്ങൾ. ഏത് വിഷയത്തിലാണ് അപശബ്ദങ്ങളില്ലാത്തത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ എടവണ്ണപ്പാറ അബ്ദുൽ നസീർ മൗലവി അദ്ദേഹം പുതിയ ഒരു വെല്ലുവിളിയുമായിട്ട് വന്നിരിക്കുകയാണ്. ഷിയത്ത് അവർ കാഫിറുകളാണ് എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട് എന്നത് തെളിയിക്കാൻ പറ്റുമോ? ഷിയാക്കളുടെ എല്ലാ വിഭാഗങ്ങളും അവർ ഒന്നടങ്കം ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് ഞങ്ങൾക്കാർക്കും വാദം ഇല്ല. അത് അബ്ദുൽ നസീറിനും അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആണ്. എന്നാൽ അബ്ദുൽ നസീർ രാവും പകലും വെളുപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഇന്ന് ഇറാൻ ഭരിക്കുന്ന ഇമാമിയ, റാഫിദിയ ഷിയാക്കൾ, ഇസ്നാ അശരിയ വിഭാഗം അവർ കാഫിറുകളാണ് എന്ന കാര്യത്തിൽ പണ്ഡിത ലോകത്ത് ഇജ്മാ ഉണ്ട്. അതാണല്ലോ അബ്ദുൽ നസീർ ഈ വെല്ലുവിളി കൊണ്ട് ഉദ്ദേശിച്ചിട്ടും ഉള്ളത്. ഈ ഇമാമിയ, റാഫിദിയ ഷിയാക്കൾ അവർ കാഫിറുകളാണോ? കാഫിറുകളാണ് എന്ന കാര്യത്തിൽ അഹ്ലുസുന്നയുടെ പ്രമാണയോഗ്യനായ പണ്ഡിതൻ ഇമാം സമഅനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ അൻസാബിൽ ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്. അൽ അൻസാബിന്റെ 6-ാം വാള്യം 341-ാമത്തെ പേജിൽ അദ്ദേഹം പറയാണ്, വജ്തമഅത്തിൽ ഇമാമിയ അലാ തദ്ലീലി സ്വഹാബ, സ്വഹാബത്ത് വഴിവിഴച്ചവരാണ് എന്ന കാര്യത്തിൽ ഇമാമിയ, റാഫിദിയ ഷിയാക്കൾ ഏകോപിച്ചിട്ടുണ്ട്. ഹൈസു ജഅലുൽ ഇമാമത ലിഗൈരി അലിയിൻ, അലി റളിയല്ലാഹു അൻഹു അല്ലാത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹുനും ഉമർ റളിയല്ലാഹു അൻഹുനും ഉസ്മാൻ റളിയല്ലാഹു അൻഹുനും ഇമാമത്തിന് അർഹതയുണ്ട് എന്ന് സ്വഹാബത്ത് പറഞ്ഞതിലൂടെ സ്വഹാബത്ത് എല്ലാവരും വഴിവിഴച്ചുപോയി എന്നാണ് ഇമാമിയ ഷിയാക്കളുടെ വാദം. വഴിവിഴച്ചുപോയി എന്ന് മാത്രമല്ല, അലിയുടെ ഇമാമത്ത് അംഗീകരിക്കാത്തവൻ, അലിയല്ലാത്ത മറ്റാർക്കെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഇമാമത്തിന് അർഹതയുണ്ട് എന്ന് വാദിക്കുന്നവൻ അവൻ മുശ്രിക്കാണ് എന്നാണ് ഇവരുടെ വാദം. ഇമാമിയ ഷിയാക്കൾ ഷിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമാമത്തിന്റെ വിഷയത്തിൽ ഇവരുടെ 12 ഇമാമുമാരുണ്ട്, ഇവരല്ലാത്ത ആർക്കെങ്കിലും ഇമാമത്തിന് അർഹതയുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കാണ് എന്നാണ് ഇവരുടെ വാദം. ഇവരുടെ ഔദ്യോഗിക ഗ്രന്ഥങ്ങളിൽ ഡസങ്കണക്കിന് സ്ഥലങ്ങളിൽ അവരിത് ഉദ്ധരിച്ചിട്ടുണ്ട്. മൗലവിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, എത്ര വേണമെന്നും പറഞ്ഞാൽ മതി, എണ്ണം പറഞ്ഞാൽ മതി. അത്രയും എണ്ണം കിതാബുകൾ ഞാൻ കൊണ്ടുപോയി തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അത്രയും കിതാബുകൾ അവർക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇമാം സമഅനി റഹിമഹുല്ലാഹ് തുടരാണ്, വജ്തമഅത്തിൽ ഉമ്മത്തു അലാ തക്ഫീരിൽ ഇമാമിയ്യ ലിഅന്നഹും യഅതഖിദൂന തദ്ലീല സ്വഹാബ. ഈ ഉമ്മത്ത് മൊത്തം ഇമാമിയ ഷിയാക്കൾ കാഫിറുകളാണ് എന്ന കാര്യത്തിൽ ഏകോപിച്ചിട്ടുണ്ട്. കാരണം സ്വഹാബത്ത് പഴച്ചുപോയി എന്നാണ് അവരുടെ വിശ്വാസം. ഈ വിശ്വാസം കാരണമായിട്ട് ഇമാമിയ ഷിയാക്കൾ ഒന്നടങ്കം കാഫിറുകളാണ് എന്ന കാര്യത്തിൽ ഈ ഉമ്മത്ത് ഒന്നടങ്കം ഇജ്മാ ആയിട്ടുണ്ട് എന്ന്. ഇനി അടുത്ത ഇജ്മാ ഉദ്ധരിക്കുന്നത് ഇമാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയാണ്. അദ്ദേഹം പറയാണ്, മൻ അഅതഖദ ഫീ ഗൈരിൽ അംബിയാഇ കൗനുഹു അഫ്ളല മിൻഹും വമുസാവിയൻ ലഹും ഫഖദ് കഫർ വഖദ് നഖല അൽ ഇജ്മാഅ അലാ ദാലിക ഗൈറു വാഹിദ് മിനൽ ഉലമാ. അംബിയാഇനേക്കാൾ ശ്രേഷ്ഠത മറ്റാർക്കെങ്കിലും ഉണ്ട് എന്നോ, അല്ലെങ്കിൽ അംബിയാഇന്റെ അത്രയും ശ്രേഷ്ഠത മറ്റാർക്കെങ്കിലും ഉണ്ട് എന്നോ ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്. ഇക്കാര്യത്തിൽ നിരവധി പണ്ഡിതന്മാർ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന്. ഞാനിവിടെ ഹുമൈനി അടക്കമുള്ള നിരവധി ഷിയാ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ മൗലവിയുടെ മുന്നിലേക്ക് ഇട്ട് തരാം. അവരുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽപ്പെട്ടതാണ് അവരുടെ 12 ഇമാമുമാർ അമ്പിയാക്കളെക്കാൾ ശ്രേഷ്ഠരാണ് എന്നുള്ളത്. ഈ വിശ്വാസം ഉൾക്കൊള്ളുന്ന ആളുകൾ കാഫിറുകളാണ് എന്ന കാര്യത്തിൽ അഹ്ലുസുന്നയുടെ നിരവധി പണ്ഡിതന്മാർ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ റിസാലത്തുൻ ഫി റദ്ദി അല റാഫിള എന്ന കിതാബിന്റെ 29-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുള്ളത്. മാലിക്കി പണ്ഡിതനായ ഇമാം ഖാദി അയ്യാദ് അദ്ദേഹവും ഇതേ ആശയം പറയാണ്, നഖ്തഉ ബി തക്ഫീരി ഗുലാത്തി റാഫിള ഫി ഖൗലിഹിം ഇന്നൽ അഇമ്മത അഫ്ളലു മിനൽ അംബിയാ. ഇമാമുമാർക്ക്, ഇവരുടെ 12 ഇമാമുമാർക്ക് അംബിയാക്കളെക്കാൾ ശ്രേഷ്ഠത ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന കടുത്ത റാഫിദികൾ, ഖുമൈനിയെ പോലുള്ള ആളുകൾ, ഇസ്നാ അശരികൾ, അവർ കാഫിറുകളാണ് എന്ന് നമ്മൾ ഖണ്ഡിതമായിട്ട് തന്നെ പറയും എന്ന്. ഇനി അടുത്തലായിട്ട് ഇജ്മാഉമായിട്ട് വരുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയാണ്. അദ്ദേഹത്തിന്റെ അസ്സാരിമുൽ മസ്ലൂൽ അലാ ഷാതിമിർ റസൂൽ എന്ന കിതാബിലെ ഒരു ഫസ്ലുൻ ഫി തഫ്സീലിൽ ഖൗലി ഫീഹിം എന്ന ഭാഗത്ത് അദ്ദേഹം പറയാണ്, വകദാലിക മൻ സഅമ മിൻഹും അന്നൽ ഖുർആന
نقص منه آيات وكتمت أو زعم أن له تأويلات باطنة تسقط الأعمال المشروعة ونحو ذلك وهؤلاء يسمون القرامطة والباطنة ومنهم التناسخية وهؤلاء لا خلاف في كفرهم. വിശുദ്ധ ഖുർആനിൽ നിരവധി ആയത്തുകൾ കളയപ്പെട്ടിട്ടുണ്ട് എന്നും നിരവധി ആയത്തുകൾ മറച്ചു വെക്കപ്പെട്ടിട്ടുണ്ട് എന്നും വാദിക്കുന്നവൻ, അതുപോലെ വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾക്ക് നേർക്കുനേർ അർത്ഥം ഇല്ല, അതിന്റെ ബാഹ്യാർത്ഥത്തിന് വിരുദ്ധമായ ആന്തരികാർത്ഥം വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾക്കുണ്ട് എന്നൊക്കെ വാദിക്കുന്ന ആളുകൾ ഇവർ കാഫിറുകളാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയേ ഇല്ല എന്ന് ഇബ്നു തൈമിയ പറയാണ്. വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലത്ത് സഹാബത്ത് കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്നും പല ആയത്തുകളും അവർ ഒഴിവാക്കിയിട്ടുണ്ട് എന്നും അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് നിരവധി ആയത്തുകൾ അവർ മറച്ചു വെച്ചിട്ടുണ്ട് എന്നും ഖുമൈനി അടക്കമുള്ള റാഫിദി ഷിയാക്കളുടെ നേതാക്കന്മാർ പച്ചയായ ഭാഷയിൽ വ്യക്തമാക്കിയ കാര്യം ആണ്. ഒന്നു രണ്ടുമല്ല, നിരവധി ഇവരുടെ വന്മലകളായ പണ്ഡിതന്മാർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഇനി വല്ല ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സുഹൃത്ത് ഇല്യാസ് മൗലവിയോട് ചോദിച്ചാൽ മതി. മൂപ്പർ ആ വിഷയത്തിൽ ഒരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട് കുറെ മുമ്പ്. ഇബ്നു തൈമിയ തുടരാണ്, അമ്മാ മൻ ജാവസ ദാലിക إلى أن زعم أنهم ارتدوا بعد رسول الله صلى الله عليه وسلم بعد رسول الله عليه الصلاة والسلام إلا نفرا قليلا لا يبلغون 14 نفسا أو أنهم فسقوا عامتهم فهذا لا ريب أيضا في كفره. ഇബ്നു തൈമിയ പറയാണ്, സ്വഹാബത്തിനെ ചില ആളുകളെ ശപിക്കുക, ചില ആളുകളെ തെറി പറയുക എന്നതും വിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്ത് ഭൂരിഭാഗം ആളുകളും 10 ചില്ലാനം ആളുകളൊഴികെ ബാക്കിയുള്ളവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം മുർത്തദ്ദുകളായിപ്പോയി എന്നോ അവരെല്ലാവരും ഫാസിഖീങ്ങളായിപ്പോയി എന്നോ വാദിക്കുന്ന ആളുകൾ ഇവരുടെ കുഫ്റിന്റെ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. കാരണം എന്താണ്? അന്നഹു മുഖദ്ദിമുൻ ലിമാ നസ്സഹുൽ ഖുർആനു ഫീ ഗൈരി മൗദിഇൻ മിനർ റിദാ അൻഹും വസ്സനാഇ അലൈഹിം. കാരണം ഇവർ വിശുദ്ധ ഖുർആന്റെ നസ്സിനെയാണ് നിഷേധിക്കുന്നത് എന്ന്. ബൽ മൻ യശുക്കു ഫീ കുഫ്രി മിസ്ലി ഹാദാ ഫഇന്ന കുഫ്റഹു മുതഅയ്യിൻ. മാത്രമല്ല ഇബ്നു തൈമിയ ഒന്നും കൂടി കയറി പറയുകയാണ്, ഇവര് കാഫിര്യങ്ങളാണെന്ന് മാത്രമല്ല, ഇവരുടെ കുഫ്റിന്റെ കാര്യത്തിൽ ആരെങ്കിലും സംശയിച്ചാൽ മതി, എനിക്ക് പിന്നെ ഇവർ മുസ്ലിമീങ്ങളാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണല്ലോ, എന്നാൽ ഈ വിഷയത്തിൽ ഒരു സംശയം ഉള്ള ആളെ കുറിച്ചാണ് ഇബ്നു തൈമിയ പറഞ്ഞത്, അവൻ പോലും കാഫിറാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇബ്നു തൈമിയ ഇവിടെ മാത്രമല്ല, ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ മിൻഹാജുസ് സുന്നത്തി നബവിയുടെ 7-ാം വാള്യം 220-ാമത്തെ പേജിൽ പറയാണ്, ഫറാഫിളത്തുൽ ഇമാമിയ്യത്തു ഹും അത്ബാഉൽ മുർത്തദ്ദീൻ. നിന്റെ നേതാക്കന്മാരായ, നിന്റെ വീരശൂര പരാക്രമികളായ ഇമാമിയ റാഫിദിയ ഷിയാക്കൾ അവർ മുർത്തദ്ദീങ്ങളുടെ പിന്തുടർച്ചക്കാരാണ്, അവരെ തുടർന്ന് നടക്കുന്ന ആളുകളാണ്. വഇൽമാനുൽ മുൽഹിദീൻ, നിരീശ്വരവാദികളുടെ കുട്ടികളാണ്. വറസത്തുൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളുടെ കപട വിശ്വാസികളുടെ പിന്തുടർച്ചക്കാരാണ്, പിന്മുറക്കാരാണ്, അവരുടെ അനന്തരാവകാശികളാണ്. ലം യഖൂനു അയാനൽ മുർത്തദ്ദീൻ അൽ മുൽഹിദീൻ, അവർക്ക് മുർത്തദ്ദീങ്ങളുടെയോ മുൽഹിദീങ്ങളുടെയോ നേതാക്കന്മാരാവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോഴും അണികളായിട്ടും അനുയായികളായിട്ടും ഒക്കെ അങ്ങനെ നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇവർക്കുള്ളത് എന്ന്. മാത്രമല്ല ഇദ്ദേഹം മിൻഹാജുസ് സുന്നത്തി നബവിയുടെ മറ്റൊരു ഭാഗത്ത് പറയാണ്, അഫ്ദലുൽ ഖൽഖ് ഇബ്രാഹിം വ മുഹമ്മദ്, ഏറ്റവും ശ്രേഷ്ഠരായ 2 സൃഷ്ടികൾ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആണ്. ഫമൻ ഫദ്ദല അലൈഹിമാ അലിയൻ കാന അക്ഫറ മിനൽ യഹൂദി വൻ നസാറ, ഇവരെക്കാൾ ശ്രേഷ്ഠത അലിയാർക്കുണ്ട് എന്ന് ആരെങ്കിലും വാദിച്ചാൽ അവൻ ജൂത നസ്രാണികളെക്കാൾ അതപ്പതിച്ച കാഫിറാണ് എന്ന്. നമ്മളെ ഖാദി അയ്യാദ് നേരത്തെ പറഞ്ഞ അതേ വാചകം ഇവിടെ അലിയാർക്ക് മാത്രമല്ല, ഇവരുടെ 12 ഇമാമുകൾക്ക് സകല അംബിയാഇനെക്കാട്ടിലും ബഹുമാനവും ശ്രേഷ്ഠതയും മർത്തബയും ഉണ്ട് എന്നാണ് ഖുമൈനി അടക്കമുള്ള റാഫിദി ഷിയാക്കൾ, നിന്റെ വീരശൂര പരാക്രമികൾ നിരവധി കിതാബുകളിൽ എഴുതി വെച്ചിട്ടുള്ളത്. അവരുടെ അടിസ്ഥാന നിലപാട് എന്നാണ് ഖുമൈനി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അബ്ദുൽ നസീർ അസ്ഹരിക്ക് പറയാനുള്ളത്? ഈ രൂപത്തിലൊക്കെയുള്ള വാദം ഉന്നയിക്കുന്ന ആളുകൾ, ഞാനിപ്പോൾ ഒരുപാട് വാദങ്ങൾ പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആനിൽ തഹ്രീഫുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അതുപോലെ അംബിയാഇനെക്കാൾ ശ്രേഷ്ഠത ഇവരുടെ 12 ഇമാമുകൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഫാസിഖീങ്ങളോ മുർത്തദുകളോ ആണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസം ഉൾക്കൊള്ളുന്ന ആളുകൾ അവരെ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ കൂട്ടണം, അവരെ തക്ഫീർ ചെയ്യാൻ പറ്റൂല എന്ന് ഏതെങ്കിലും ഒരു സുന്നി പണ്ഡിതൻ പറഞ്ഞതായിട്ട് മൗലവിക്ക് തെളിയിക്കാൻ കഴിയുമോ?